ആശുപത്രികളിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്കായാണ് RSPയുടെ നവമാധ്യമ കൂട്ടായ്മ ബെഡ്ഷീറ്റുകളും കൊതുകുവലകളും വിതരണം ചെയ്തത്. കനത്ത മഴ കൂടിയായതോടെ പല രോഗികളും തണുപ്പ് സഹിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ബെഡ്ഷീറ്റുകൾ വിതരണം ചെയ്തതെന്ന് സംഘാടകർ പറയുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ബെഡ്ഷീറ്റ് വിതരണം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ വിസ്മയകരമായ അനുഭവമാണ് ഇതിൽ നിന്ന് ലഭിച്ചത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ കളക്ട് ചെയ്തുകൊണ്ട് നിർധനരായിട്ടുള്ള കിടപ്പ് രോഗികൾക്ക് മെച്ചപ്പെട്ട നിലവാരമുള്ള പുതിയ പുതപ്പ് വിതരണം ചെയ്തുകൊണ്ടുള്ള നല്ല സംരംഭത്തിനാണ് നവമാധ്യമ കൂട്ടായ്മയിലുള്ള സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ ശ്രമിച്ചത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മാത്രം ഏതാണ്ട് 250-ലധികം വരുന്ന പാവപ്പെട്ട രോഗികൾക്ക് ബെഡ്ഷീറ്റ് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ചവറയിൽ ടൈറ്റാനിയം ജംഗ്ഷനിലും അതുപോലെ തന്നെ നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നവമാധ്യമ കൂട്ടായ്മ സമാഹരിച്ച ഫണ്ട് ഉപയോഗിച്ച് പുതപ്പുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. ജില്ലയിലാകെയുള്ള പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനാണ് RSPയുടെ നേതൃത്വത്തിൽ RYFന്റെ നേതൃത്വത്തിലുള്ള നവമാധ്യമ കൂട്ടായ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ചുകാലമേ ആയുള്ളൂവെങ്കിലും നിരവധി സേവന പ്രവർത്തനങ്ങൾ നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയെ കൂടാതെ നീണ്ടകര ഫൗണ്ടേഷൻ ആശുപത്രി, ചവറ ആശുപത്രി എന്നിവിടങ്ങളിലും ബെഡ്ഷീറ്റുകൾ വിതരണം ചെയ്തു. കേരളം പനിച്ചു വിറയ്ക്കുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ RSPയുടെ നവമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ രോഗികൾക്ക് ആവശ്യമുള്ള ബെഡ്ഷീറ്റുകൾ, മരുന്നുകൾ, മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് RSPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. പ്രവർത്തകർ തന്നെ ശേഖരിച്ച പണം ഉപയോഗിച്ചാണ് നവമാധ്യമ കൂട്ടായ്മ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. RSPയുടെ വിവിധ ബഹുജന സംഘടനകളുടെ പ്രവർത്തകരാണ് നവമാധ്യമ കൂട്ടായ്മയിലുള്ളത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.